ഹലോ! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചേച്ചിയുടെ വീട്ടിലാണേ. രാവിലെ എഴുന്നേറ്റ് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയാണ് കണ്ടത്. ഒരു കുഞ്ഞു കുരുവി ചെമ്പരത്തിയിൽ നിന്ന് തേൻ കുടിക്കുമായിരുന്നേ. ആ ചെമ്പരത്തിയുടെ പൂവിങ്ങനെ ഇളകുന്നത് കണ്ടോ? അത് ആ കുരുവി ഇരുന്ന് തേൻ കുടിക്കുന്നതാണേ. ദേ അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം തന്നെ നമ്മുടെ അച്ഛനും അമ്മയും രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ടേ. അതായത് ഇവിടെ വന്നാൽ എപ്പോഴും ഉള്ളത് ഒന്നുകിൽ പോച്ച ഇങ്ങനെ പിച്ചുക, അല്ലെന്നുണ്ടെങ്കിൽ വിറകൊക്കെ അടുക്കി വെക്കുക, അങ്ങനത്തെയുള്ള പരിപാടിയായിരിക്കും അവർക്ക് മെയിനായിട്ടുണ്ടായിരിക്കുന്നതേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ പോയി നോക്കി. കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. ഈ ഉറക്കം കണ്ടുകൊണ്ടാണ് ഞാൻ അടുക്കളയിലേക്ക് ചെന്നത്. പക്ഷെ അപ്പം തന്നെ അവൻ എണീറ്റ് അവിടെ വന്നു. ഞാനിവിടെ അരി കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ചോറ് വെക്കുന്നത് കുക്കറിനകത്താണ്. അപ്പോൾ എത്രത്തോളം വെള്ളം വെക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ചേച്ചിയെടുത്ത് ചോദിക്കുവാണ്, ഇത്ര വെള്ളം മതിയോ, ഇത്ര വെള്ളം മതിയോ എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ദേ അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ വെച്ച് അതവിടെ കൊടുത്തു. അപ്പോഴത്തേക്കും ദേ നിച്ചൂട്ടനെ അവൻ്റെ അച്ഛൻ ഫോൺ ചെയ്യുമായിരുന്നേ. രാവിലെ തുടങ്ങിയതാ അച്ഛൻ എന്തേ, അച്ഛൻ എന്തേ, അച്ഛൻ എന്തേന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ദേ അച്ഛനുമായിട്ട് അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ ഞാൻ ആയിരുന്നു ആ വീട്ടിൽ ആദ്യം തന്നെ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ പുട്ടും കട്ടനുമായിരുന്നേ. പഴം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പഴത്തിനോട് അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ പുട്ടും കട്ടനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നു. അപ്പോൾ ചേച്ചിക്കൊരാഗ്രഹം എന്നെക്കൊണ്ട് കുറച്ച് തേങ്ങ തിരുമ്മിപ്പിക്കണമെന്ന്. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ തേങ്ങ തിരുമ്മുമായിരുന്നേ. ഒരു തേങ്ങയെന്ന് പറഞ്ഞാൽ 1.5 മുറി തേങ്ങ എന്നെക്കൊണ്ട് തിരിയിപ്പിച്ചു. ദേ ഇത് മീൻ കറിക്കും അവിയലിനും കൂടെ വേണ്ടിയിട്ടുള്ള തേങ്ങയായിരുന്നേ. അതുകൊണ്ടിട്ടാണ് അത്രയും തേങ്ങ വേണ്ടി വന്നത്. അങ്ങനെ കുറേ നേരം എടുത്ത് ആ തേങ്ങയെല്ലാം തിരുമ്മി കൊടുത്തു. ഇവിടെ ഇങ്ങനെ താഴെ ഇരുന്ന് തിരുമ്മുന്ന ചിരവയാണേ. അത് കഴിഞ്ഞിട്ട് അവിയലിനുള്ള അരപ്പരച്ചേ. ഒരു ജാറിലേക്ക് തേങ്ങയും കുറച്ചിട്ടു, അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേ. ഇതാണ് അവിയലിനുള്ള അരപ്പ്. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ച പച്ചക്കറിയെല്ലാം കുക്കറിനകത്തോട്ടിട്ട് അതിനകത്തും കുറച്ച് മഞ്ഞൾപ്പൊടി ഒഴിച്ചേ. എന്നിട്ട് ഈ അരച്ച് വെച്ച അരപ്പ് നമ്മൾ മുഴുവനായിട്ട് അതിലേക്ക് തട്ടിയിട്ട്, എന്നിട്ട് ഈ ജാറിനകത്ത് തന്നെ ശകലം വെള്ളം ഒഴിച്ച് കറക്കിയിട്ട് ആ അരപ്പെല്ലാം കൂടെ വെള്ളത്തിൽ കലക്കി അതും ആ കുക്കറിനകത്തോട്ട് ഇടുവാണേ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഈ കുക്കർ അടച്ചിട്ട് അടപ്പത്തോട്ട് വെക്കുവാണേ. ചിലർ ഈ അവിയലിനുള്ള അരപ്പിനകത്ത് വെളുത്തുള്ളി ഇടും, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾ അവിയലിനകത്ത് വെളുത്തുള്ളി ഇടാറില്ല. അവിയലിൻ്റെ അരപ്പിനകത്ത് വെളുത്തുള്ളി ഇടാറില്ല. എന്നിട്ട് ദേ ഈ അരപ്പും ആ ഉപ്പും കൂടെ ആ പച്ചക്കറിയിൽ പിടിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ടാണ് അത് കുക്കറിനകത്തിട്ട് അടച്ച് അടപ്പയിലോട്ട് വെച്ചു. ഒരു 3 4 വിസിൽ അത്രയും മതിയായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ വെന്ത് വരെ. ദേ അതിന് ശേഷം മീൻകറിക്കുള്ള അരപ്പ് അരയ്ക്കുമായിരുന്നേ. തേങ്ങയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുവേ. ഇന്ന് അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാക്കറിയാണ്. വാളയായിരുന്നു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അമ്മ സമയം കിട്ടുമ്പോഴേക്ക് ഇങ്ങനത്തുള്ള കറിയൊക്കെ വെച്ച് തരും. അതായത് നമ്മുടെ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് വഴറ്റണം. വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് കുടംപുളി വേണമെന്നുണ്ടെങ്കിൽ കുടംപുളി 2 കഷ്ണം ഇടണേ. അത് കഴിഞ്ഞിട്ട് അരപ്പ് നന്നായിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കണം. അതായത് ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി അത് വേവിക്കണേ. ഇന്നലെ രാത്രിയിൽ വെച്ച വാള മുളക് കറി അവിടെ ഇരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇന്ന് നമ്മൾ വാള തേങ്ങാക്കറി അരച്ച് വെക്കാമെന്ന് കരുതിയത്. ആ അരപ്പ് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുടംപുളി ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങയോ തക്കാളിയോ ഇടാം. ഞങ്ങളിവിടെ കുടംപുളിയും ഒരു തക്കാളിയും കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ആ അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാളയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇത് ഇന്നലത്തെ വാള മുളക് കറിയാണേ. അല്ലെങ്കിലും തലേന്നത്തെ മീൻ കറി മുളക് കറിയൊക്കെ കഴിക്കാൻ പിറ്റേന്നായിരിക്കും നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. കക്ക റോസ്റ്റ് ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഇതെല്ലാം ചൂടാക്കിയിട്ട് ഇനി ഉച്ചയ്ക്ക് ഇതെല്ലാം കൂടി ഒരു പിടി പിടിക്കാനായിട്ട് മാറ്റി വെച്ചേക്കുവാണേ. അങ്ങനെ കറിയെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് അവിയലും മീൻ കറിയും കക്ക റോസ്റ്റും കൂട്ടി ചോറ് കഴിക്കുവാണേ. അതും കാത്തു കാർട്ടൂൺ കണ്ടുകൊണ്ട്. അതായത് കുഞ്ഞിന് നല്ല പനി. അപ്പം നല്ല നിർബന്ധമുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഞാൻ തിരിയാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാനാ, ഇത് വെച്ച് കൊടുക്കാനല്ലാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ ടി വിയിൽ കാത്തു വെച്ച് കൊടുത്തോണ്ടിരിക്കുവായിരുന്നേ. അപ്പോഴാണ് ചേച്ചിയുടെ കസിൻ്റെ വീട്ടിലോട്ട് പോയാലോ എന്നൊരു തോന്നൽ തോന്നിയത്. അങ്ങനെ അങ്ങോട്ട് പോയി കളയാം. വേഗം പോയി കുളിച്ചേ. കുളിച്ചിട്ട് വന്നു കഴിഞ്ഞ് ഒരു മേക്കപ്പ് അത് മസ്റ്റാണ്. അതും ജാനിക്ക് ലൈറ്റ് മേക്കപ്പ് ഒന്നും വേണ്ട, അവൾക്ക് നല്ല ഹെവി മേക്കപ്പ് വേണം. ജാനി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മോളാണ്. ഋതിക എന്നാണ് പേര്, ഞങ്ങൾ ജാനി എന്നാണ് വിളിക്കുന്നത്. അവൾക്ക് ഇതേ പുരികം ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ പുത്രൻ ഉണർന്നു.
ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് പുള്ളി അമ്മേ അമ്മേന്ന് കിടന്ന് വിളിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വാ മോനെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ നീ ഏതാടി എന്ന ഭാവത്തിൽ എന്നെ നോക്കാതെ തിരിഞ്ഞ് ഓടുകയാണ്. അടുക്കളയിലോട്ടാണ് ഓടിപ്പോയത്. അടുക്കളയിൽ ഹാളിലും ചെന്നിട്ട് അമ്മേ അമ്മേ അമ്മേന്ന് ചെന്ന് കിടന്ന് വിളിക്കുമായിരുന്നു. ഇതിന് എനിക്ക് വട്ടായതാണോ അതോ അവന് വട്ടായതാണോ? എന്തായാലും നല്ല വിറ്റായിരുന്നു ആ സംഭവം. ആ എന്താ പറയാനാ, ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് അവൻ അവൻ്റെ അമ്മയായ എന്നെ മറന്നുപോയി. അതിനുശേഷം ജാനു ദേ എൻ്റെ കണ്ണ് അവൾക്ക് ഐലൈനർ എഴുതണമെന്നും പറഞ്ഞിട്ട് വന്നിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് ഐലൈനർ എഴുതുന്നത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ അവൾക്കത് എഴുതിയേ തീരൂ. പിന്നെ എന്ത് ചെയ്യാൻ, അത് ദേ അവിടെ എഴുതി കൊടുക്കുവാണേ. അതിൻ്റെ ബാക്കിൽ കുഞ്ഞിരുന്ന് കുരുത്തക്കേടും കാണിക്കുന്നുണ്ടേ. ബാക്കിൽ നിൽക്കുന്നത് ചേച്ചിയുടെ മോനാണ്. ഋഷി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പേര് ഋഷികേശ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും ജാനിയും ദേ കണ്ണാടി നോക്കി കുറേ പട്ടിഷോയൊക്കെ കാണിക്കുന്നുണ്ട്. ജാനിയുടെ ഈ പട്ടിഷോയ്ക്ക് ശേഷം നല്ല മൂങ്ങൽ അവിടെ കിടന്ന് മൂങ്ങിയിട്ടുണ്ടായിരുന്നേ. അവളെ ഞങ്ങൾ കൊണ്ടുപോയില്ല. അതിന് അവൾ നന്നായിട്ട് കരഞ്ഞു മെഴുകിയിട്ടുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ടൂ വീലറിലാണ് പോകുന്നത്. അതുകൊണ്ടിട്ട് അവളെയും കൂടെ കൊണ്ടുപോകൽ ബുദ്ധിമുട്ടായിരിക്കും. അതിനാ അവിടെ കിടന്ന് കരഞ്ഞത്. ദേ നല്ല ചിരിയല്ലേ. പക്ഷേ ഈ ചിരി കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് 1-2 മിനിറ്റ് നേരത്തേക്ക് ഈ ചിരി കാണാൻ പറ്റത്തുള്ളൂ. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കരച്ചിലായിരിക്കും. ദേ ഞാൻ കുഞ്ഞിനെ ഒരുക്കാനായിട്ട് നോക്കുമായിരുന്നേ. കയ്യിലൊരു ബിസ്ക്കറ്റ് കൊടുത്തിട്ടാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ പാമ്പേഴ്സ് ഇട്ട് കൊടുത്തു. എന്തൊരു പാവം കുഞ്ഞെന്ന് ആരും വിചാരിക്കേണ്ട. ദോ ജെറ്റ് വിട്ട പോലെയാണ് ഓടുന്നത്. ഈ ഓട്ടം ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളൂ. ഇവിടെ കിടന്ന് വായോ 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 എന്ന് വിളിച്ച് കുറേ നേരം കഴിഞ്ഞ് തൊണ്ടയിൽ വെള്ളം പറ്റിയാലേ അവൻ ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ. എന്തായാലേ നല്ല അനുസരണയുള്ള കുട്ടി. ഒരാളെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിക്കണമെന്ന് എൻ്റെ പൊന്നേ എനിക്ക് വയ്യ. അങ്ങനെ ദേ ഉടുപ്പിടുവാണ് ഒരു പരുവത്തിന്. ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് ഉടുപ്പിടിയിക്കുവാണ്. ഭയങ്കര പാടാണ്, അടങ്ങി നിൽക്കത്തില്ല. കൃമിയൊക്കെ ഞൊളയ്ക്കത്തില്ല, അതുപോലെ കിടന്നങ്ങ് ഞൊളയ്ക്കും. നമ്മൾ ചിലർ കുണ്ടിളപ്പുഴു ഞൊളയ്ക്കുന്നതെന്ന് പറയും. അതുപോലെ കിടന്നങ്ങ് ഞൊളപ്പാണ്. എന്ത് ചെയ്യാനാ, കുഞ്ഞു കുട്ടിയല്ലേ. ഉടുപ്പിൻ്റെ ഒരു കൈ ഇടിയിപ്പിച്ചിട്ട് മറ്റേ കൈയിലോട്ട് ബിസ്ക്കറ്റ് പിടിപ്പിച്ചിട്ടാണ് അടുത്ത കൈ ഇടുന്നത്. ജാനി കരഞ്ഞ് മെഴുകിയിട്ട് അവിടെ നിൽക്കുവാണ്. വന്നിട്ട് വീണ്ടും ചോദിക്കും അമ്മ ഞാനും കൂടെ വരട്ടെ ഞാനും കൂടെ വരട്ടെ എന്ന്. വീണ്ടും നിക്കറിടാതെ ഓടിപ്പോന്ന്. അതിൻ്റെ ഇടയിൽ ഞാനും ഒരുങ്ങി. ഞാനും കുഞ്ഞും കൂടെ കണ്ണാടി നോക്കി ടാറ്റാ ബൈ ബൈ സീ യു ഒക്കെ പറഞ്ഞിട്ട് പോവുക. അപ്പം ദേണ്ട നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുഞ്ഞ് വണ്ടിയിൽ കയറി എപ്പോഴും വായും തുറന്നേ ഇരിക്കത്തുള്ളൂ. കാറ്റവൻ വായിലോട്ട് പിടിക്കും. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ കസിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെയും കാത്ത് വെച്ച് കൊടുത്തു. എന്താ അടങ്ങിയിരിക്കണ്ടേ. അവിടുന്ന് പിന്നെ ചായയും കടിയൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയേ. പകുതി വഴി എത്തിയപ്പോൾ ഒരു തോന്നലും, നമുക്ക് ലേക്ക് പാലസിലോട്ട് പോയാലോന്ന്. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫോട്ടോ പ്രാന്തിയാണേ. അപ്പോൾ ഫോട്ടോ എടുക്കാമെന്നും കരുതിയിട്ടാണ് പറഞ്ഞത്. ഞാനും കരുതി എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വെറുതെ ഇരിക്കുമല്ലേ, അങ്ങോട്ട് പോയി കളയാമെന്ന് കരുതിയേ. അങ്ങനെ നമ്മൾ ലേക്ക് പാലസിലെത്തി. വൈകുന്നേര സമയത്തായിരുന്നേ അവിടെ വന്നത്. അതുകൊണ്ട് നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എൻ്റെ കുഞ്ഞ് തനിയെ കയറി വരാമെന്നും പറഞ്ഞിട്ട് തനിയെ കയറുവാണേ. ആരും പേടിക്കണ്ട, ഇങ്ങോട്ട് കാവടി തുള്ളി വന്നാൽ തിരിച്ച് ട്രാജഡി ആയിട്ടാണ് പോയത്. കരഞ്ഞ് കൂവി കായംകുളം ഫുൾ ഇളക്കിയിട്ടാണ് ആൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. തനിയെ നടക്കണം. നമ്മൾ കയ്യിൽ പിടിച്ച് നടത്തിക്കാന്ന് കരുതിയാൽ അത് വേണ്ട. പുള്ളിക്ക് തനിയെ നടക്കണം. എന്നിട്ടോ എവിടെയെങ്കിലുമൊക്കെ തട്ടി മറിഞ്ഞ് വീഴും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആ മത്സ്യകന്യകയുടെ ഭാഗത്തോട്ട് പോകാമെന്നും കരുതിയിട്ട് അങ്ങോട്ട് നടക്കുവാണേ. ഏകാന്തതയുടെ പാട്ട് പാടിയിട്ട് ഒരാൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ പട്ടിഷോ കാണിച്ച് നടക്കുവാണേ. ഇതിനിടയിൽ ഞങ്ങൾ കുറേ ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ കായൽ ഫുള്ള് കുളവാഴ നിറഞ്ഞ് കിടക്കുവാണേ. ഞങ്ങളിതിനെ കുളവാഴ എന്നാണ് പറയുന്നത്. ഒരു പർപ്പിൾ കളറുള്ള പൂവൊക്കെ കിളിച്ചിട്ടുള്ളത്. ചിലരിതിനെ ആഫ്രിക്കൻ പായലെന്നും പറയുവേ. ചേച്ചി വീണ്ടും മുന്നിൽ കയറി. ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ തന്നെ അവിടെ കിടന്നിട്ട് വാവോ പാടി അവിടെ കിടന്ന് ഉറങ്ങുവാണേ. അങ്ങനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കുറച്ച് കഴിഞ്ഞണം തൊട്ട് ഭയങ്കര കരച്ചിൽ. കരച്ചിലെന്ന് പറഞ്ഞാൽ കായംകുളം ഫുൾ ഇളക്കുന്ന രീതിയിലുള്ള കരച്ചിൽ. കാറി കൂവി കരഞ്ഞ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുമായിരുന്നേ. ഇടയ്ക്ക് കടയിൽ കയറി ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുത്തിട്ട് കരച്ചിൽ കുറച്ച് ഒതുക്കി. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആൾ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെ കളിയായിരുന്നു. അപ്പോഴത്തേക്ക് ആൾ ചാർജായേ. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഫുഡ് കഴിക്കുമായിരുന്നേ. ഇന്ന് തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോകണമായിരുന്നു. അഭിയേട്ടൻ തിരിച്ച് വിളിക്കാൻ വരുമെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് വാള മുളക് കറിയും കക്ക റോസ്റ്റും കൂട്ടി നന്നായിട്ട് ചോറ് കഴിച്ചേ. ചോറ് കഴിച്ചിട്ട് അഭിയേട്ടനെ കാത്തിരുന്നു. അപ്പോഴത്തേക്കും അഭിയേട്ടൻ എത്തി. അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. 3 പേർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നതുകൊണ്ടിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ എല്ലാവർക്കും ടാറ്റാ.